ദേവി, ദേവൂട്ടി ഇന്ന് കടയിലുണ്ടായിരുന്നു അല്ലേ? ഉച്ചയ്ക്ക് ഞാൻ പോകുന്നിടം വരെ ഇല്ലായിരുന്നു. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ആശുപത്രിയിൽ നിന്ന് അവൾ തിരിച്ചെത്തിയെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾ അവളോട് കാര്യങ്ങൾ ഗൗരവത്തിൽ സംസാരിക്കണം. ഏത് കാര്യത്തെക്കുറിച്ചാണ് നീ ഉദ്ദേശിക്കുന്നത്? അത് ശരി. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ മറന്നോ? ആ ഗഗന്റെ കാര്യം അവളോട് സൂചിപ്പിച്ചില്ലേ? എന്താ ഒന്നും പറയാത്തെ? അവളൊന്നും മനസ്സ് വെച്ചാ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാവുന്നതേ ഉള്ളൂ. ഇന്ദുമതി, ആ കാര്യത്തെക്കുറിച്ച് ഇനി വലിയ ചർച്ചയൊന്നും വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചർച്ച ചെയ്യേണ്ട കാര്യം ചർച്ച ചെയ്യ തന്നെ വേണ്ടേ? ആ ഗഗന്റെ ഡിമാൻഡ് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ അയാളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഒഴിഞ്ഞു കിട്ടുമല്ലോ. അതൊന്നും നടപ്പുള്ള കാര്യമല്ല ഇന്ദു. ദേവൂട്ടിയോട് ഗഗന്റെ കാര്യം ഞാൻ പറയില്ല. ആരെ കല്യാണം കഴിക്കണം, ആർക്കൊപ്പം ജീവിക്കണം എന്നുള്ളതൊക്കെ അവളുടെ തീരുമാനത്തിനെ ഞാൻ വിടൂ. അതിപ്പോ ദേവൂട്ടിയുടെ കാര്യത്തിലെന്നല്ല, അഖിലയുടെ കാര്യത്തിലായാലും എന്റെ തീരുമാനം അത് തന്നെ ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ആദർശവും ആത്മാഭിമാനം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിലേ ഈ വീടും പൂക്കടയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പിന്നെ ദേവൂട്ടിയുടെയും അഖിലയുടെയും കാര്യം നിങ്ങൾ ഒരേ ചരട് കെട്ടാൻ നോക്കല്ലേ? ദേവൂട്ടി നിങ്ങളുടെ വളർത്തു മകളാ. അതുപോലെയല്ല അഖിലയും വിനോദും. അവര് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളാ. അവർക്കൊരു നല്ല കാലം ഉണ്ടായി കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അവരുടെ കാര്യത്തിൽ മാത്രമല്ല ഇന്ദുമതി, ദേവൂട്ടിയുടെ കാര്യത്തിലും എനിക്ക് അതേ മനസ്സ് തന്നെയാ. പിന്നെ ദേവൂട്ടിയെ ഞാൻ വളർത്തുമകളായിട്ടല്ല കണ്ടിരിക്കുന്നത്. അഖിലയും വിനോദിനെയും പോലെ അവളും എന്റെ സ്വന്തം മോളാ, മൂത്ത മകള്. എന്നാലേ എനിക്കങ്ങനെയല്ല. രക്തബന്ധത്തെക്കാൾ വലുതല്ല എടുത്തു വളർത്തിയവളുടെ കാര്യം. അവളെ നമ്മൾ ഉപേക്ഷിക്കൊന്നുമല്ലല്ലോ, ഒരുത്തന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കല്ലേ? പിടിച്ചേൽപ്പിക്കുന്ന ആ കൈ ഗഗന്റേതാകുന്നതാ പ്രശ്നം. ആ കയ്യില് എനിക്കത്ര വിശ്വാസം പോരാ. എന്റെ കുട്ടിയുടെ ജീവിതം ദുരിതപ്പാടിലാക്കാൻ എനിക്ക് അശേഷം താല്പര്യമില്ല. കണ്ടോടി മോളെ, തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പെടാനാ നിന്റെ അച്ഛന്റെ ഉദ്ദേശം. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതം ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല. അച്ഛാ, വിനോദിന്റെ കാര്യത്തിൽ ഉടനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. എന്താ മോൾ ഉദ്ദേശിക്കുന്നത്? അവനെ ഇനി ഇവിടെ നിർത്തിയ കാര്യങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ ചെന്നുപെട്ട് അവൻ എന്തെങ്കിലും കുഴപ്പം കാണിക്കുമെന്ന് എനിക്കിപ്പോ നല്ല പേടിയുണ്ടച്ചാ. അതുകൊണ്ടേ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എവിടെയെങ്കിലും വിടുന്നതാ നല്ലത്. ഇനി അവനിവിടെ പിടിച്ചു നിർത്തിയാ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞാ നിന്റെ അച്ഛന്റെ തലയെ കയറില്ലല്ലോ. ആൺതരിയായിട്ട് ഒരുത്തനുള്ളത് വഴിപിഴച്ചു പോവല്ലേന്ന എന്റെ പ്രാർത്ഥന. പക്ഷേ സ്വന്തം അച്ഛൻ ആ വിചാരം വല്ലതുണ്ടോന്ന് നോക്കിക്കേ. എല്ലാം തലയിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ അനുഭവിച്ചല്ലേ പറ്റൂ.